വെൽക്കം ബാക്ക് ടു മൈ ട്യൂഷൻ. ഇന്നൊരു 10 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Let n be any positive integer. One plus x square the whole raised to n. a0 plus a1x plus a2x square plus etc. a2n x raised to 2n. Find sigma r is equal to 0 to 2n a2 ar. Sigma r is equal to 0 to 2n ar. r 0 കൊടുക്കുമ്പോൾ a0 a1 a2 a3 എക്സെട്ര a2n അല്ലേ. നമുക്ക് കാണേണ്ടതിൽ എക്സ് ഇല്ല. അപ്പം നമുക്കിവിടെ എക്സിന് 1 കൊടുത്താൽ എന്ത് വരും? പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 1 ഇൻ ദിസ് എക്സ്പ്രഷൻ. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് 1 plus 1 plus 1 3 raised to n. That is equal to a0 plus a1 plus a2 etc. a2n. Okay. That is equal to sigma r is equal to 0 to 2n ar. So answer is 3 raised to n. സിമിലർ ക്വസ്റ്റ്യൻസ് ഉണ്ട് രണ്ടെണ്ണം. എല്ലാ ക്വസ്റ്റ്യനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെയും കാണാൻ ശ്രമിക്കുക, പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 ഇൻറ്റു ഡോട്ട് ഇട്ടിരിക്കുന്ന ഇൻറ്റു ആണ് 2 മൈനസ് ഒമേഗ. കോംപ്ലക്സ് നമ്പറിൽ ഒമേഗ സ്ക്വയർ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, അതാണ് ആ റിസൾട്ടും കൂടെ ഞാൻ പറഞ്ഞുതരാം. 2 ഇൻറ്റു 3 മൈനസ് ഒമേഗ സ്ക്വയർ 3 ഇൻറ്റു 4 മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് എക്സെട്ര n മൈനസ് 1 ഇൻറ്റു n മൈനസ് ഒമേഗ സ്ക്വയർ. Omega is the cube root of unity. Omega cube is equal to 1. പിന്നെ വേറെ റിസൾട്ട് 1 plus omega square is equal to 0. ഇതിനൊക്കെ ജനറൽ ഫോം എന്തെഴുതാം? സിഗ്മ k is equal to 2 to n. k ഇൻറ്റു ഇപ്പോൾ kക്ക് നമ്മൾ k minus 1 2 minus 1 1 ഇൻറ്റു k minus omega ഇൻറ്റു k minus omega സ്ക്വയർ. നമുക്ക് kക്ക് ഇട്ട് കൊടുക്കും 2 minus 1 1 2 minus omega സ്ക്വയർ. 3 കൊടുത്ത് 3 minus 1 2 3 minus omega അങ്ങനെ. ലാസ്റ്റ് n കൊടുക്കുമ്പോൾ n minus 1 ഇൻറ്റു ദിസ്. k minus 1 into k square k omega square minus k omega k into omega plus omega square minus into minus plus omega cube 1 omega plus omega square എന്താ minus 1 minus into minus plus. k minus 1 into k square plus k plus 1 a minus b into a square plus ab plus 1 a cube minus b cube. സെപ്പറേറ്റ് കൊടുക്കാം. k 2 to n k cube sigma k is equal to 2 to n 1.
കെ 1 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര കെ ക്യൂബ്. നമുക്ക് അതിൻ്റെ കൂടെ ഒരു 1 ക്യൂബും കൂടെ കൊടുക്കുകയാണെങ്കിൽ സിഗ്മ എൻ ക്യൂബ് ആകും അല്ലേ. നമുക്കൊരു 1 ആഡ് ചെയ്യാം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 മൈനസ് ഇത് n-1 ടേംസ് ഉണ്ട്. 1 n-1 ടേംസ് ആകുമ്പോൾ എന്താവും? മൈനസ് n-1. ഇവിടെ 1 ക്യൂബും കൂടെ ഉണ്ടെങ്കിൽ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര എൻ ക്യൂബ്. ഇതിൻ്റെ ഫോർമുലയാണ് n ഇൻറ്റു എൻ പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. ഇവിടെ n-1 ടേംസ് ടൈംസ് 1 ആഡ് ചെയ്യുമ്പോൾ n-1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ 1 ക്യാൻസൽ ആവും. സോ ആൻസർ ഈസ് n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ മൈനസ് n. അപ്പോൾ ഇവിടെ 1 ക്യൂബ് മുതലുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുല അപ്ലൈ. അതുകൊണ്ടാണ് അതിന് നമ്മൾ -1 എഴുതിയത്. വേറൊരു ക്വസ്റ്റ്യനിൽ ഈ ഫോർമുല ഉണ്ട്. അതുകൊണ്ട് 1 to n n ക്യൂബ് സിഗ്മ സം 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര n ക്യൂബ് n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ സിഗ്മ n സ്ക്വയർ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 whole divided by 6 sigma n sum of first n natural number n into n plus 1/2. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. Question number 3. Integral 2 to 4 x minus 2 into x minus 3 into x minus 4 dx. ഈ ഒരു ക്വസ്റ്റ്യന് ഒരു പ്രത്യേകത ഉണ്ട്. നോക്കിയാൽ 2 to 4 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 3 4 എക്സ് മൈനസ് 3 ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. 2 to 4 എക്സ് മൈനസ് 2നെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 3 മൈനസ് പ്ലസ് 1 എക്സ് മൈനസ് 3 എക്സ് മൈനസ് 3 minus 1 a plus b into a minus b form a square minus b square bracket open x minus 3 the whole cube integrate ചെയ്യുമ്പോൾ എന്താവും? x minus 3 the whole raised to 4/4 x minus 3 the whole square by 2 4 എടുക്കുമ്പോൾ 1 raised to 4 1/4 minus 1 square 1/2 minus within the bracket 1/4 minus 1/2 സെയിം ആൻസർ 0. സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തരാം. അത് ആൻസർ 0. 2 to 4 ഉണ്ട്. 2 3 4 അങ്ങനെ വന്നാൽ അതിൻ്റെ ആൻസർ 0. സിമിലർ ക്വസ്റ്റ്യൻ. സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ 1 to 3 1 എക്സ് മൈനസ് 1 എക്സ് മൈനസ് 2 എക്സ് മൈനസ് 3 1 2 3 1 2 3 ഡി എക്സ്. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇഫ് ദ റൂട്ട്സ് ഓഫ് x square minus k minus 3 into x plus k is equal to 0 are such that both of them are greater than 2. Both of them are greater than 2. 2 റൂട്ട്സ് ഉണ്ട്. ആ 2 റൂട്ട്സും ഗ്രേറ്റർ ദാൻ 2 ആകണമെങ്കിൽ കെ എവിടെയാണ്? കെ ലൈസ് ഇൻ. അതിനൊരു കണ്ടീഷനുണ്ട്. ബി സ്ക്വയർ മൈനസ് 4ac എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അതാണ് ജനറൽ ഫോം. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2 ഗ്രേറ്റർ ദാൻ 0. ദെൻ ലാസ്റ്റ് കണ്ടീഷൻ ദിസ് 2 ലെസ് ദാൻ -b/2.
ഇത് ഇത്ര ഒരു കണ്ടീഷനാണ് കേട്ടോ. 2 ലെസ് ദാൻ, ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac എന്ത് വരും? കെ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ മൈനസ് 4k ഗ്രേറ്റർ ദാൻ 0. കെ സ്ക്വയർ മൈനസ് 6k മൈനസ് 4k മൈനസ് 10k പ്ലസ് 9 ഗ്രേറ്റർ ദാൻ 0. കെ മൈനസ് 9 ഇൻറ്റു കെ മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0. f of 2 square 4 minus k into 2 minus into minus plus 3 into 2 plus k greater than 0. 4 plus 6 10 10 greater than k or k less than 10. Last 2 less than b minus b by 2a. 2 less than minus k minus 3, that is k minus 3 by 2a, 2 into 1. Cross multiplication, 4 less than k minus 3, 7 less than k or k greater than 7. Here k greater than 7, here k less than 10. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, k1 9 ബിറ്റ്വീൻ 1 and 9. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 7 എന്ന് പറയുമ്പോൾ 8 വരാം അല്ലേ? പക്ഷേ 8 വന്നാൽ നമ്മൾ നോക്കി നെഗറ്റീവ് പോസിറ്റീവ്, ഇതിനകത്ത് നെഗറ്റീവാണ് വരുന്നത്. ഗ്രേറ്റർ ദാൻ 9 പോസിറ്റീവും ലെസ് ദാൻ 1 പോസിറ്റീവാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 7 എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 9 ആയിരിക്കണം, ബട്ട് ലെസ് ദാൻ 10. ഇവിടെ കെ എന്തായിരിക്കണം? കെ ലൈസ് ഇൻ 9 10. Question number 6. kx square minus 9kx plus 5k plus 1 is non-negative for all positive real x. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? നോൺ നെഗറ്റീവ് മീൻസ് ഗ്രേറ്റർ ദാൻ 0. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താ? ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0. 81k സ്ക്വയർ മൈനസ് 4k ഇൻറ്റു 5k plus 1 less than 0. 61, 81 minus 20. k into നമുക്ക് k 2 വാല്യൂ കിട്ടും അല്ലേ? 0 61/4, സോറി 4/61. k greater than 0. So answer is k lies in 4/61. Question number 7. f of x is equal to ax minus 1 plus 1 by x is positive for ഷോർട്ടാക്കി എഴുതുകയാണ് കേട്ടോ. ഫോർ ഓൾ പോസിറ്റീവ് റിയൽ എക്സ്.
നമുക്ക് എഫ് ഓഫ് എക്സ് എന്തായിരുന്നാലും ഗ്രേറ്റർ ദാൻ 0 ആണല്ലേ. ax² - x + 1/x എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണമെങ്കിൽ ന്യൂമറേറ്റർ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0. ഇത് ഗ്രേറ്റർ ദാൻ 0 വരണമെങ്കിലോ ഡെൽറ്റ b² - 4ac <0. b² - 4ac <0. 1 - 4a. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് a ആണ് ക്വസ്റ്റ്യൻ. 1 less than 4a, 1/4 less than a, or a greater than 1/4. For a greater than 1 or a greater than 1/4. Minimum value in the answer is minimum value 1/4. Y is equal to mod cos x plus mod sin x. Find dy by dx at x is equal to 2π/3. 2π/3 നമുക്കറിയാം സെക്കൻഡ് ക്വാർട്ടർ. സെക്കൻഡ് ക്വാർട്ടറിൻ്റെ കോസ് എന്താ? നെഗറ്റീവ്. അബ്സല്യൂട്ട് വാല്യൂ പോസിറ്റീവ്. കോസ് when x less than 0 mod x is equal to -x എന്നാണ്. when x greater than or equal to 0 mod x is equal to x. നമുക്കിവിടെ മോഡ് മാറ്റുമ്പോൾ എന്ത് വരും? മൈനസ് കോസ് എക്സ് പ്ലസ് ദ സെക്കൻഡ് ക്വാർട്ടർ സൈൻ ഈസ് പോസിറ്റീവ്. നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. dy/dx. Derivative of cos x minus sin x, minus into minus plus. At x is equal to 2π/3 dy/dx. Sin 2π/3 നമുക്ക് എങ്ങനെ എഴുതാം? 180 - π/3 sin π/3 √3/2 cos π - π/3 minus cos π/3 minus 1/2. Same denominator. സിമിലർ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം, സ്റ്റെപ്പ് എഴുതുന്നില്ല. എഫ് ഓഫ് എക്സ് മോഡ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഫൈൻഡ് എഫ് ഡാഷ്ഡ് π/4. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഡിഫറൻസ് ഉണ്ട്. ഇത് ഫുൾ മോഡാണ്. മോഡുലസ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. കാണേണ്ടതോ എഫ് ഡാഷ്ഡ് π/4. എഫ് ഡാഷ്ഡ് π/2 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് നമ്മൾ ഇക്വേറ്റ് 0 ഇക്വേറ്റ് ചെയ്ത് എന്ത് കിട്ടും? എക്സിന് π/4. ആ π/4 ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ലെസ് ദാൻ π/4 ഗ്രേറ്റർ ദാൻ π/4 LHD RHD നോക്കുമ്പോൾ ഡിഫറൻ്റ് ആണ്. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ എഫ് ഡാഷ് π/4 ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ എഴുതിയാൽ മതി. y is equal to sin inverse root of x minus ax minus a minus ax. Find dy/dx. x is equal to sin squared alpha, a is equal to sin square beta. Here x into 1 minus a, x sin squared alpha, 1 minus a, 1 minus sin square beta എന്താ? cos square beta minus a into 1 minus x, sin square beta into 1 minus sin squared alpha, cos squared alpha. Sin inverse
സൈൻ ആൽഫ കോസ് ബീറ്റ മൈനസ് കോസ് ആൽഫ സൈൻ ബീറ്റ. ഇവിടെ റൂട്ട് പോവും, ഇവിടെ റൂട്ട് പോവും. സൈൻ ആൽഫ മൈനസ് ബീറ്റ, ദറ്റ് ഈസ് ആൽഫ മൈനസ് ബീറ്റ. ആൽഫ എന്താ? സൈൻ ആൽഫ എന്താ? റൂട്ട് എക്സ്. സോ ആൽഫ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ്. ബീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് എ. Then dy by dx. Sin inverse x ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 by root of 1 minus x square, root x the whole square x, into derivative of root x, chain rule, 1 by 2 root x. So answer is tan inverse is equal to pi by 2 find x. Tan inverse x plus tan inverse y. Tan inverse x plus y by 1 minus xy. ഈ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എ ബൈ എക്സ് പ്ലസ് ബി ബൈ എക്സ് 1 മൈനസ് എ ബി ബൈ എക്സ് സ്ക്വയർ. നമുക്കറിയാം ഇവിടെ പൈ ബൈ 2 ആണ് അല്ലേ. ടാൻ ഇൻവേഴ്സ് റൈറ്റ് സൈഡിൽ ഇപ്പോൾ വന്നാൽ ടാൻ പൈ ബൈ 2. ടാൻ പൈ ബൈ 2 എന്താ? നോട്ട് ഡിഫൈൻഡ്. ഇത് നോൺ ഡിഫൈൻഡ് വരണം എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? 0. ദെയർഫോർ ഇവിടെ വലുതായിട്ട് സ്റ്റെപ്പ് ഒന്നും വേണ്ടല്ലോ. എക്സ് സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എ ബി, എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ. ഇത്രയും ദിവസം ഇട്ട വീഡിയോ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് എത്രമാത്രം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യുക. എല്ലാവരും എക്സാം വളരെ നന്നായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.